ഹലോ ഫ്രണ്ട്സ്, മഴതോന് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയ്ക്ക് ബോധം തെളിയാനായിട്ട് കാത്തിരിക്കാനായിട്ടോ മനു അങ്ങ് ഡോക്ടർ വന്ന് പറയുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ബോധം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ വിവരം നമ്മളെ രാവിലെ തന്നെ ബാലചന്ദ്രൻ വിളിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണ് കേട്ടോ. ബാലചന്ദ്രനോട് മനു പറയുന്നുണ്ട്, അങ്ങളെ വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ കയറി കണ്ടതാ, ഞാൻ ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അബോധാവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, സ്റ്റേണായിട്ട് ബോധം കിട്ടുന്നില്ല, അതെന്ത് പറ്റി അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് മനു പറയുന്നത്, ഡോക്ടറോട് ഞാൻ ഈ വിവരം ചോദിച്ചിരുന്നു, ഡോക്ടർ പറഞ്ഞത് ഉള്ളിൽ നേരത്തെ ഓർക്ക ഗുളികയോ മയക്കും മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും, അതുകൊണ്ടാവും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതെന്നാ. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയാം, ഏയ് അങ്ങനെ വരാനൊന്നും വഴിയില്ല, അതിന് ഉറക്കഗുളിക കഴിക്കേണ്ട ഒരു ആവശ്യം അലീനയ്ക്ക് വരുന്നില്ല, പിന്നെ മയക്കും മരുന്ന് അങ്ങനെ ഒരു സാധനം അവൾ കണ്ടിട്ടും കേട്ടിട്ടും കൂടെ ഉണ്ടോ എന്ന് എന്നെ സംശയമാണല്ലോ, പിന്നെ എങ്ങനെ സംഭവിക്കാനാ എന്താണെന്നറിയില്ല. അങ്കിൾ എന്തായാലും ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ട, ഞാനിവിടെ നിന്നോളാം. നീ അവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം നിനക്ക് ചീത്തപ്പേരുണ്ടാവും. അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇന്നലെ രാത്രി അമ്മ വിളിച്ചിരുന്നു, അപ്പോഴേ എന്നെ കുറേ പറഞ്ഞു, ഞാനും ദേഷ്യം വന്ന് ഫോണങ്ങ് കട്ട് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, സാരമില്ല, എന്തായാലും അവിടെ ഒരാൾ വേണമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഞാനിവിടെ നിന്നോളാം, നിനക്ക് ജോലിക്ക് പോകണ്ടേടാ. സാരമില്ലെങ്കിലേ ഞാനതൊക്കെ ലീവ് അഡ്ജസ്റ്റ് ചെയ്തോളാം, പിന്നെ വർക്ക് ഫ്രം ഹോം കൂടെ ആണല്ലോ എൻ്റെ പണി, അതുകൊണ്ട് ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തോളാം. അങ്കിൾ എന്തായാലും കടയിലേക്ക് ചെല്ലേ, ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. എന്നാൽ പിന്നെ ശരിയടാ, ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അപ്പോഴാണ് നമ്മുടെ വൈജ ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ എങ്ങോട്ടാ ബാലചന്ദ്ര? എന്തേ, എനിക്ക് ജോലിക്ക് പോകണ്ടേ? പിന്നെ എനിക്ക് പിന്നെ അലീനയുടെ അടുത്തേക്കും പോകണമല്ലോ ഹോസ്പിറ്റലിൽ, എന്തിനാ അവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കാം. എന്നിട്ട് തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്തേ ജോലിക്ക് ബാങ്കിലേക്ക് പോകുന്നില്ലേ? ഞാൻ പോയാൽ എങ്ങനെ ശരിയാവും, ഇവിടെ ഇപ്പോൾ അമ്മ നോക്കാൻ ആരുമില്ലല്ലോ, അമ്മയുടെ കാര്യങ്ങൾ നോക്കണ്ടേ, അമ്മയ്ക്ക് എണീക്കാൻ വേദനയല്ലേ, കിടക്കുകയല്ലേ. അപ്പോൾ ഉടനെ തന്നെ കൃഷ്ണമോള് പറയാ, അച്ഛാ ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ മുത്തശ്ശി നോക്കിക്കോളാം. നിനക്കെന്താ സ്കൂളിൽ പോകണ്ടേ? ഒരു ദിവസം പോയില്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നാളെ ബബിത ചേച്ചി നിൽക്കട്ടെ, അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർക്ക് നിൽക്കാമല്ലോ. ഓടി ബബിത വന്ന് പറയാം, അയ്യോ ഞാൻ നിൽക്കത്തൊന്നുമില്ല, എനിക്കങ്ങ് വയ്യ, എനിക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ കൃഷ്ണ, ഓ ശരിയാ, പഠിച്ച് മിടിക്കായി വലിയ ആളാവേണ്ട ആളാ, അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ക്ലാസ് ബബിത ചേച്ചി കട്ട് ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും അവസാനം വൈജ തന്നെ നിന്നോളാം എന്ന് തീരുമാനിക്കുക. എന്നാലും ബാലചന്ദ്രൻ പോകുന്നതിനോട് ഭയങ്കര എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് കേട്ടോ. വൈജ, നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് കിടക്കുന്നത്, ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രത്തോളമൊക്കെ കാണിക്കണോ, നോക്കണോ? അല്ലെങ്കിൽ തന്നെ മനു ഇന്നലെ മുതൽ അവിടെയാണ്, അവൻ എന്തിൻ്റെ കേടായത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തുദ്ദേശിച്ചാണ് പറയുന്നത്? ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഒരു കുട്ടി, അവൾക്കൊരു ആപത്ത് വന്നു, അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും ചെയ്യേണ്ടതും നമ്മുടെ കടമയല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്തുമാത്രം രൂപയാണ് അവൾക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്, പിന്നെ ചിലവാക്കണ്ടേ? അത് ഈ ഡോക്ടർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവിടുന്ന് അവളെ രക്ഷിച്ചെടുത്തെങ്കിൽ വല്ല ജില്ലാ ഹോസ്പിറ്റലും കൊണ്ട് പോയാൽ പോയായിരുന്നോ? എന്തിനാ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ഇപ്പം തന്നെ 3-4 ലക്ഷം രൂപ തീർന്നു കിട്ടും. അത് നീ വിഷമിക്കേണ്ട, ഞാൻ അധ്വാനിക്കുന്നതെന്ന് കൊടുത്തോളാം. എന്തായാലും അവൾക്കിപ്പോൾ നല്ലൊരു കെയർ ടേക്കറുണ്ട്, ഞാനും പിന്നെ മനുവും, അത് മതി. ഇതൊക്കെ എന്ന് മുതലാണ്? ഇതിനു മുമ്പേ പല ജോലിക്കാരും ഇവിടെ നിന്നിട്ടുണ്ടല്ലോ, അവർക്കൊന്നും കിട്ടാത്തൊരു കെയർ ടേക്കർ ഇപ്പം അലീനയ്ക്ക് മാത്രം എന്തേ? അതങ്ങനെയാണ്, അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത്, നിൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോനില്ലേ, അയാളോട് പോയി ചോദിക്കുമെന്ന് പറയാം. അതെന്തിനാ എൻ്റെ അച്ഛനോട് ചോദിക്കുന്നത്? അയാളാണല്ലോ ഈ കാര്യങ്ങൾക്കെല്ലാം ഇത്രത്തോളം തീർപ്പ് വരുത്തിയതും, ഈ അലീന എന്ന് പറയുന്ന ഒരു കൊച്ചിനെ അവിടെ ഏൽപ്പിച്ചതും പ്രിതാമ്മയെ കൊണ്ട് അവിടുത്തെ അനാഥാലയത്തിൽ കൊണ്ടാക്കിയതും അവിടെ വളർന്നതും ആ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നും, പിന്നെ വലുതായപ്പോൾ ഇപ്പം അച്ഛൻ പറഞ്ഞു വിട്ടിരിക്കുന്ന മോനോട്, കൊച്ചുമോനോട് അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണമെന്നും ഇവിടെ അമ്മയ്ക്ക് വേണ്ടി ഒരു കെയർ ടേക്കറായിട്ട് നിർത്തണമെന്നും, ഇതെല്ലാം ചെയ്തത് ആരാ? ഞാനാണോ? നിൻ്റെ അച്ഛനല്ലേ? എൻ്റെ അച്ഛനും വയസ്സാം കാലത്ത് ബോധവും വിവരമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞോന്ന് പറഞ്ഞ് അതങ്ങ് ഏറ്റുപിടിക്കാനോ വേണ്ടത് എന്ന് വൈജ ചോദിക്കുമ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയാം, നിൻ്റെ അച്ഛനും ബോധവും പക്വതയൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നത്? അതെ, മരിക്കുന്നതിന് 2 ദിവസത്തിന് മുന്നേ മാത്രം, അല്ലാതെ അയാൾക്ക് നല്ല ബോധമുണ്ട്, വിവരമുണ്ട്, എല്ലാം അറിഞ്ഞും വെച്ചും കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പം എൻ്റെ അച്ഛനായോ കുറ്റം? പിന്നെ നിൻ്റെ അച്ഛൻ ചെയ്ത പണിക്ക് നിൻ്റെ അച്ഛനെ കുറ്റം പറയാതെ ഞാൻ എൻ്റെ അച്ഛനെ കുറ്റം പറയാനോടി വൈജെ എന്നിങ്ങനെ ബാലചന്ദ്രന് വിട്ടുകൊടുക്കണില്ല കേട്ടോ. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവാണ്. എന്നിട്ട് വീണ്ടും പറയാം, എന്തൊക്കെ തന്നെ ആയാലും ശരി, ഇവൾക്ക് വേണ്ടി പുറകെ നടന്ന് സമയം കളയുന്നത് വേസ്റ്റാണ്, ഓരോരുത്തർ നടക്കുന്നു, ഒരു പ്രയോജനമില്ലാതെ. എടി വൈജേ, കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം കാണിക്കടി, എന്തിനാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? പറയുന്ന വർത്തമാനം കേട്ടില്ലേ, കുറച്ചൊക്കെ നീ നിനക്ക് വേണ്ടിയെങ്കിലും ജീവിക്കുക, എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷേ മനു ആണെങ്കിൽ അവിടെ അലീനയുടെ അടുത്തേക്ക് ഇരിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ബോധം വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു സിസ്റ്റർ വന്ന് മെഡിസിനൊക്കെ കൊടുക്കുക, ആഹാരത്തിന് മുന്നേ കഴിക്കേണ്ടത്. അപ്പോൾ ആഹാരം കഴിക്കാനുള്ള സമയം ആയിട്ടില്ലല്ലോ സിസ്റ്റർ എന്ന് പറയാം. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പോവാൻ
ഇറങ്ങുക. അപ്പോൾ പിന്നെ നേരത്തെ തരാനുള്ള തന്നിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ. അല്ല, അടുത്ത് വരുന്ന സിസ്റ്റർ കൊടുത്താൽ പോരെ, സമയത്തിന് കൊടുത്താൽ പോരെ എന്നൊക്കെ മനു ചോദിക്കുക. അത് ശരിയാവില്ല, ഈ മരുന്ന് തരേണ്ട എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ തന്നിട്ട് പോവാം. ആഹാരത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കേണ്ട ഗുളികയാണ്, അതിനിപ്പോൾ 2 മണിക്കൂർ മുന്നേ അല്ലേ സിസ്റ്ററെ കൊടുക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, കഴിച്ചോ എന്നും പറഞ്ഞ് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീന അത് വാങ്ങി കഴിക്കുകയും ചെയ്തിട്ട് സുഖമൊക്കെ അന്വേഷിച്ചിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോവാം. അത് കഴിഞ്ഞ് മനു പതുക്കെ അവിടെ വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, സുഖമാണോ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്തായാലും മനുവേട്ടനെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. മനുവേട്ടൻ എന്താ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇന്നലെ രാത്രി ഞാൻ ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്ക് ആ കസേരയിലിരുന്ന് കൊതുകടി കൊണ്ടിരിക്കുക, നേരെ ചെവി ഉറങ്ങിയിട്ട് പോലുമില്ലല്ലോ മനുവേട്ടാ. അത് സാരമില്ല, എനിക്ക് അലീനെ നിന്റെ ജീവൻ എങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ഞാൻ അതല്ലേ ആലോചിക്കുന്നേ. എന്തായാലും ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ? പറ്റും മനുവേട്ടാ, പറഞ്ഞോ. അല്ല, നീ പോലീസിനോട് പറഞ്ഞ കഥകളൊന്നും വിശ്വസിക്കാൻ ഞാൻ ആളല്ല, അത്രയ്ക്ക് മണ്ടനുമല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നെ വിശ്വാസമാണെങ്കിലും എന്നോട് കള്ളം പറയില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും നീ സത്യം പറയണം. എന്താ അന്ന് നടന്നത് പറഞ്ഞോ. കത്രിക എങ്ങനെയാണ് നിൻ്റെ വയറ്റിൽ കുത്തിയത് എന്ന് വീണ്ടും മനു ചോദിക്കട്ടോ. ആദ്യം അലീന പറയാനൊന്നും മടിക്കുക, എന്നിട്ട് പറയാനുണ്ട്, മനുവേട്ടനോട് എനിക്ക് കള്ളം പറയാനാവത്തില്ല, പക്ഷേ മനുവേട്ടൻ എനിക്ക് വാക്ക് തരണം, ഞാനിപ്പോൾ പറയുന്ന കാര്യം ആരോടും പറയില്ല എന്ന്. അതൊക്കെ എനിക്ക് അറിയാം, എങ്ങനെ പറയണം, ആരോട് എന്ത് പറയണമെന്ന്, അതൊന്നും നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കിപ്പോൾ വിശ്വസിച്ച് പറയാനും ആരുമില്ല, മനുവേട്ടൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം എന്ന് പറഞ്ഞിട്ട് അലീന ആ കഥ അങ്ങോട്ട് പറയാട്ടോ. രോഹിത്ത് വന്നതും നാരങ്ങ വെള്ളം ചോദിച്ചതും വാഷ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് മേളിൽ വിളിപ്പിച്ചതും അതിനകത്ത് മയക്കുപൊടി കഴുത്തിയതും പിന്നെ ഹരി ഒളിച്ചിരുന്ന കാര്യവും അതെല്ലാം കഴിഞ്ഞ് സങ്കടത്തോടു കൂടി പറഞ്ഞു കഴിയാണ് കേട്ടോ. എന്നിട്ട് അവസാനം അലീന പറയാണ്, അതെ അതല്ല, അവരുടെ 2 പേരുടെ ഉദ്ദേശം എന്നെ റേപ്പ് ചെയ്യുക എന്നാണ്. അവസാനം ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എൻ്റെ മാനെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ മനുവേട്ടാ, അതുകൊണ്ടാണ് ഞാൻ സ്വയം ഇങ്ങനെ ചെയ്തതെന്ന് പറയുക. മനു ഇത് കേട്ടങ്ങ് തകർന്നു പോയിട്ടോ, എന്ത് ചെയ്യണമെന്നറിയാണ്ട് പൊട്ടിക്കരയാനോട്ടിങ്ങനെ വന്ന് നിൽക്കുക. അലീനയുടെ മുമ്പിലിരുന്ന് എങ്ങനെ കരയാൻ പറ്റും? ഒരു നിമിഷം കൊണ്ട് ഒരൊറ്റ പോക്കങ്ങ് പോവാണ്. ഡോറും തുറന്ന് പുറത്ത് പോയി നിന്ന് അവിടെ നിന്നങ്ങ് കരയുവാണ് മനു. എന്ത് ചെയ്യാൻ പറ്റും? കരഞ്ഞ് സ്വന്തം സഹോദരങ്ങളാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരുപാട് കരയുന്നുണ്ട് വെളിയിൽ നിന്ന്. എന്നിട്ട് കരച്ചിലെല്ലാം അടക്കി മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് വീണ്ടും അലീനയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു ചമ്മലാണ്, എന്നാലും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മനുവിനോട് വീണ്ടും അലീന ചോദിക്കണം, എന്താ മനുവേട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ഇതൊക്കെ പറയാനായിട്ട് വിശ്വസിച്ച് ആരുമില്ല, ഇപ്പം മനുവേട്ടൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്നു പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, പോലീസുകാർ വന്നപ്പോൾ നീ എന്തേ സത്യം തുറന്ന് പറയാത്തെ? നീ മാറ്റി പറഞ്ഞ് എന്തിനാന്ന് ചോദിക്കുക. അത് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഹരിയും രോഹിത്തും ഒക്കെ കുടുങ്ങില്ലേ, പോലീസ് പിടിച്ചുകൊണ്ട് പോവില്ലേ, അവർ ജയിലിലാവും, അവരെടുത്തിട്ട് അടിക്കും, അവരുടെ ഭാവി പോവും. അങ്ങനെ ബാലചന്ദ്രൻ സാറിനാകെ നാണക്കേടാവില്ലേ? പിന്നെ മാഡത്തിന് തലയുയർത്ത് നടക്കാൻ പറ്റുമോ? ഭവിതയ്ക്കും കൃഷ്ണയ്ക്കും നല്ല രീതിയിൽ സ്കൂളിൽ പോയി അന്തസ്സോടെ പഠിക്കാൻ പറ്റുമോ? മനുവേട്ടനും നാണക്കേടല്ലേ? ഞാൻ കാരണം കുടുംബം മുഴുവൻ തൊലയില്ലേ? അപ്പോൾ അതൊക്കെ ചിന്തിക്കണ്ടേ? ഞാനിതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ മനു ഭയങ്കരമായിട്ട് വീണ്ടും തകർന്നു പോയി. ഇത്രയും വലിയ മനസ്സുള്ളൊരു പെണ്ണാണല്ലോ അലീന. ആ പാവം പിടിച്ച കൊച്ചിനോട് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത്? ആകെപ്പാടെ സങ്കടം ആയിട്ട് മനു ഇങ്ങനെ അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അലീനയുടെ എന്ത് പറയാൻ പറ്റും? അലീനയോട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അലീനയുടെ ആ കയ്യിലെടുത്ത് വെച്ചിട്ട് നെഞ്ചിലേക്ക് അങ്ങ് ചേർത്ത് വയ്ക്കാനുണ്ട്. എന്നിട്ട് അലീനയുടെ തലയിലേക്ക് ഇങ്ങനെ തടവി ഒരു കൂടെ നിൽക്കുന്ന ഒരാളിനെ പോലെ തന്നെ അത്ര സ്നേഹത്തോടുകൂടി അലീനയ്ക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് വെക്കുക കേട്ടോ. എനിക്ക് അത്രയും മതി. എനിക്ക് മനുവേട്ടനെ ഒരു സ്നേഹം മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ടെന്ന് അലീനയും പറയട്ടെ. എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.